ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറക്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഫണ്ടഡ് ഫേമിനെ കുറിച്ചാണ്. ബ്ലൂബെറി ഫണ്ടഡ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര്. അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല സ്പ്രെഡൊക്കെ വളരെ കുറവുള്ളൊരു ബ്രോക്കർ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൽ ടെസ്റ്റ് പൈലറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 4.1 സ്റ്റാർ റേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് 270 റിവ്യൂസിൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റിവ്യൂസും മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫേമാണ് ബ്ലൂബെറി ഫണ്ടഡ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ചലഞ്ചസ് എങ്ങനെയാണ്, മെയിനായിട്ടുള്ള റൂൾസുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ബ്ലൂബെറി ഫണ്ടഡിൽ അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അധികം റേറ്റുകളൊന്നുമില്ല, ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഏകദേശം 20% ഡിസ്കൗണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ RM20 എന്നുള്ള ഡിസ്കൗണ്ട് കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രോക്കർ ബാക്ക്ഡ് ഫേമാണ് ഒരു ബ്ലൂബെറി ഫണ്ടഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചലഞ്ചുകൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് 4 ചലഞ്ചുകളാണ് നിലവിലുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്, 2 സ്റ്റെപ്പ് ഉണ്ട്, റാപ്പിഡ് ഉണ്ട്, പിന്നെ സ്റ്റോക്കുകൾ വാങ്ങാനുള്ളൊരു ചലഞ്ച് ഇതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പ്രെഡ് മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ MT5 നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സ്പ്രെഡുകൾ തന്നെയാണ്. ഏകദേശം ഗോൾഡിലൊക്കെ 8 മുതൽ 11 ടിക്കാണ് വരുന്നത്. അതുപോലെ തന്നെ NSD GBP ഒക്കെ 0 അല്ലെങ്കിൽ 1 പിപ്പ് ഒക്കെയാണ് ഇതിൻ്റെ സ്പ്രെഡും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മളിനി സ്റ്റെപ്പുകൾ ഇതിൻ്റെ ചലഞ്ചുകൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് 5000, 10000, 25000, 50000, 1 ലക്ഷം, 2 ലക്ഷം. അതിന് ക്രൈറ്റീരിയ 1 സ്റ്റെപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രോഫിറ്റ് ടാർഗറ്റ് 10% പ്രോഫിറ്റ് ടാർഗറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അഥവാ 5000ൻ്റെ അക്കൗണ്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 5500 ആക്കണം. അങ്ങനെയെങ്കിലും മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ചലഞ്ച് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ലോസ് ഒരു സ്റ്റെപ്പ് ആവുന്നതുകൊണ്ട് തന്നെ ലോസ് വളരെ ചെറിയ എന്താ പറയുക പെർസെൻറ്റേജ് കുറവായിരിക്കും. നമുക്ക് 6% മാത്രമേ കിട്ടുള്ളൂ. 5000 6%. അതുപോലെ ഡെയിലി ലോസ് 4% ആയിരിക്കും ഡെയിലി ലോസ്. പ്രോഫിറ്റ് ഷെയർ 80% ആയിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഷെയർ ഉണ്ടായിരിക്കാം. മാക്സിമം ഡോഡോൺ ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും. അതുപോലെ ഡെയിലി ഡോഡോൺ ഹയർ ഓർ പ്രീവിയസ് ഡേ ഇക്വിറ്റി ബാലൻസ്. ടൈം ലിമിറ്റ് അൺലിമിറ്റഡ് ആണ്. ലിവറേജ് 1:30 ആയിരിക്കും നിങ്ങൾക്ക് എഫക്ട്സിന് ലഭിക്കുക. അതുപോലെ മിനിമം 3 ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3 ട്രേഡിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ പ്രോഫിറ്റബിൾ ഡേയ്സ് നോക്കുക. 0.5% പ്രോഫിറ്റ് നിങ്ങൾ അതിൽ നേടിയാൽ മാത്രമേ ഒരു ഡേ ആയി കൗണ്ട് ചെയ്യുള്ളൂ. അതുപോലെ പേ ഔട്ട് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 14 ദിവസത്തിലായിരിക്കും പേ ഔട്ട് ഉണ്ടായിരിക്കുക. അതുപോലെ കോപ്പി ട്രേഡിംഗ് അലൗഡ് ആണ്. അതുപോലെ പ്രോഹിബിറ്റഡ് സ്ട്രാറ്റജി കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഏതെല്ലാം നോക്കാം. പിന്നീട് 2 സ്റ്റെപ്പ് ചാലഞ്ച് ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഫേസ് 1ൽ 10%, ഫേസ് 2ൽ 5% ആണ് നിങ്ങൾ നേടേണ്ടത്. മാക്സിമം ടോട്ടൽ ലോസ് 10% ആണ്. ഡെയിലി ലോസ് 5%. പ്രോഫിറ്റ് ഷെയർ 80% തന്നെയാണ്, സ്റ്റാറ്റിക്കിനാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ലിവറേജ് 1:50 കിട്ടും. പിന്നെ വരുന്നത് 14 ദിവസം തന്നെയാണ് ഇതിൻ്റെ പേ ഔട്ട് ഫ്രീക്വൻസി ഒക്കെ വരുന്നത്. പിന്നെ റാപ്പിഡ് എന്ന് പറഞ്ഞ ചലഞ്ച് ഉണ്ട്. അതിൽ പ്രോഫിറ്റ് ടാർഗറ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റ് 5% മാത്രം. അതിന് വേറെ സ്റ്റെപ്പുകളൊന്നുമില്ല. 1 സ്റ്റെപ്പ് മാത്രമാണ്. പ്രോഫിറ്റ് ടാർഗറ്റ് 5% ആണ് ഉണ്ടാവുക. മാക്സിമം ടോട്ടൽ ലോസ് 4% ആണ്. ഡെയിലി ലോസ് 3%. അതുപോലെ പ്രോഫിറ്റ് ഷെയർ 80% ഉണ്ടാവും. ഡ്രോൺ ടൈപ്പ് ട്രയൽ ഡ്രോൺ ഉണ്ടായിരിക്കാം. പിന്നെ ടൈം ലിമിറ്റ്, ഇതിന് ആകെ ടൈം ലിമിറ്റ് ഉണ്ട്. മറ്റേതിനൊന്നും ടൈം ലിമിറ്റ് ഇല്ല. ഫസ്റ്റ് സ്റ്റെപ്പിനും 2 സ്റ്റെപ്പിനൊന്നും ടൈം ലിമിറ്റ് ഇല്ല. ഇതിന് ടൈം ലിമിറ്റ് ഉണ്ട്. അത് പറയുന്നത് 7 ഡേയ്സ് ആണ് ടൈം ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. ലിവറേജ് 1:30 ആണ്. അതുപോലെ മിനിമം 3 ഡേയ്സ് ഇല്ല. ഫണ്ടഡ് മിനിമം 3 ഡേയ്സ് 3 ആണ്. പേ ഔട്ട് ഫ്രീക്വൻസി 14 ഡേയ്സ് ആയിരിക്കും പേ ഔട്ട് ഫ്രീക്വൻസി. അതുപോലെ കോപ്പി ട്രേഡിങ് അലൗഡ് ആണ്. പ്രോഹിബിറ്റഡ് സ്ട്രാറ്റജി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രോഹിബിറ്റഡ് സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള മെയിനായിട്ടുള്ള റൂൾസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് വന്നിരിക്കുന്നത് മിനിമം ട്രേഡിംഗ് ഡേയ്സിൻ്റെ കാര്യത്തിലാണ്. നിങ്ങൾ പറഞ്ഞു 0.5% നിങ്ങൾ ഇനീഷ്യൽ ബാലൻസ് എത്രയാണോ അതിൻ്റെ 0.5% നിങ്ങൾ
ആ പ്രോഫിറ്റ് നേടിയാൽ നിങ്ങൾക്ക് ഒരു ഡേ ആയിട്ട് കണക്കാക്കും. അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോഹിബിറ്റഡ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞതിൽ പറ്റാത്ത സ്ട്രാറ്റജികൾ പറഞ്ഞിട്ടുണ്ട്. ഗാംബ്ലിങ്, യു കനോട്ട് യൂസ് ഗാംബ്ലിങ് സ്ട്രാറ്റജീസ്, അത് ഇത് പറഞ്ഞിട്ട് എക്സസീവ് സ്കാൽപ്പിംഗ്, ഹോൾഡിംഗ് 50% ഓർ മോർ ഓഫ് യുവർ ട്രേഡ്സ് ഫോർ ലെസ് ദാൻ എ മിനിറ്റ്. 50% കൂടുതൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ട്രേഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മിനിറ്റിൽ താഴെ സ്കാൽപ്പ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇതിൽ ഈ ഒരു പ്രോഫിറ്റിൽ കണക്കാക്കില്ല. പിന്നെ രണ്ടാമത്തേതാണ് മാർട്ടിംഗേൽ, ഹോൾഡിംഗ് 5 പൊസിഷൻ, സെയിം പെയറിൽ 5 പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നതാണ്. പിന്നെ ഓളിന്, പിന്നെ ഗ്രിഡ് ട്രേഡിങ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിൽ അലൗഡ് അല്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ന്യൂസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ്. ന്യൂസ് ട്രേഡിംഗ് പോളിസിയിൽ ആ ഒരു ചെറിയൊരു പോളിസി ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് ബിഫോറും 2 മിനിറ്റ് ആഫ്റ്ററും ഹൈ ഇമ്പാക്റ്റ് ന്യൂസിൽ നമുക്ക് ഇപ്പോൾ 6 മണിക്ക് ന്യൂസ് ആണെങ്കിൽ 5:58 ശേഷവും 6:02 മുമ്പും നിങ്ങൾ പൊസിഷന് എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് 6 മണിക്കൂർ മുമ്പ് എടുത്ത പൊസിഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ന്യൂസ് ടൈമിൽ നിങ്ങൾക്ക് ഇനി ടാർഗറ്റോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും കുഴപ്പമുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ബ്ലൂബെറി ഫണ്ടഡിൻ്റെ നിങ്ങൾക്ക് ഇതിൻ്റെ FAQയിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ അതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ബ്ലൂബെറി ഫണ്ടഡിൽ മിനിമം നിങ്ങൾക്ക് വരുന്നത് 5000 2 സ്റ്റെപ്പിൽ $5,000 അക്കൗണ്ടിന് വരുന്നത് $35. $10 ഏകദേശം 20% ഡിസ്കൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ RM20 എന്നുള്ള കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗെറ്റ് ഫണ്ടഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഈ ഒരു പേജ് വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക. ഇവിടെ കൊടുത്ത ശേഷം 1 സ്റ്റെപ്പ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് 5000 MT5 ആണ്, MT5 എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് RM20 അടിച്ച് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $7 ഏകദേശം $7 നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കും. $28 നിങ്ങൾക്ക് $5,000 അക്കൗണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇമെയിൽ ID അതുപോലെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസ് തീർച്ചയായും ഫണ്ടഡ് ഫേമുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ബ്ലൂബെറി ഫണ്ടഡ് ചെക്കൗട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.